ന്യൂസിലാൻഡിൽ വീടിന് തീപിടിച്ച് വൻ ദുരന്തം 3 പിഞ്ചുകുഞ്ഞുങ്ങളും പിതാവും മരിച്ചു. വെല്ലിംഗ്ടൺ, ന്യൂസിലാൻഡിലെ മനാവാട്ടുവിൽ വീടിന് തീപിടിച്ചുണ്ടായ ദാരുണ സംഭവത്തിൽ മരിച്ച 3 കുട്ടികളെയും പിതാവിനെയും തിരിച്ചറിഞ്ഞു. 7 വയസ്സുകാരനായ ഓഗസ്റ്റ്, 5 വയസ്സുകാരനായ ഹ്യൂഗോ, വെറും 1 വയസ്സ് മാത്രം പ്രായമുള്ള ഗോൾഡി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ പിതാവ് ഡീൻ ഫീൽഡും അപകടത്തിൽ മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സാൻസണിലെ വസതിയിൽ തീപിടുത്തമുണ്ടായത്. 2 കുട്ടികളുടെയും പിതാവിന്റെയും മൃതദേഹങ്ങൾ ഞായറാഴ്ച രാത്രിയോടെ പോലീസ് കണ്ടെടുത്തിരുന്നു. 3ാമത്തെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ തിങ്കളാഴ്ച രാവിലെയാണ് പുനരാരംഭിച്ചത്. കുട്ടികളുടെ അമ്മയും ഡീൻ ഫീൽഡും വേർപിരിയലിന്റെ വക്കിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വലിയ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട കുട്ടികളുടെ അമ്മയെ സഹായിക്കാനായി സുഹൃത്തുക്കൾ ആരംഭിച്ച ഓൺലൈൻ ഫണ്ട് സമാഹരണത്തിലൂടെയാണ് കുട്ടികളുടെ പേരുവിവരങ്ങൾ ലോകമറിഞ്ഞത്. ഒരു അമ്മയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന തലക്കെട്ടിൽ സുഹൃത്തുക്കൾ ആരംഭിച്ച ഈ പേജിലൂടെ തിങ്കളാഴ്ച രാവിലെ വരെ 1,40,000 ന്യൂസിലാൻഡ് ഡോളറിലധികം, അതായത് ഏകദേശം 70 ലക്ഷം രൂപ സമാഹരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തീപിടുത്തം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള ആർക്കും ഇതിൽ പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.